ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മിയ സർക്കിളിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ തന്നെ ഒരു പ്രോബ്ലമാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഉണ്ടല്ലേ എൻ്റെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താത്തൊരു വ്യക്തിയായിരുന്നു. അത് കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. ലൈക്ക് ഹെൽത്ത് വൈസ് ആയാലും പിന്നെ സ്ട്രോങ്ങർ അല്ലാത്തൊരു ഫീലിങ്ങും, അതുപോലെ തന്നെ പുറത്ത് മറ്റുള്ളവരോട് സംസാരിക്കാനായാലും അങ്ങനെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രശ്നങ്ങളെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി വയ്ക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ലൈക്ക് യു സേ, ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു വെസലിൽ കൊള്ളാവുന്നത് അത്രയും നിറഞ്ഞിട്ടും ഞാൻ ഇതിന് പരിഹാരം കണ്ടെത്താത്ത ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നോ, നമ്മളെപ്പോഴാണ് നമുക്ക് ഹെൽപ്പ് വേണ്ടതെന്ന് ആദ്യകാലത്ത് തന്നെ തോന്നുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് സീക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ നാളത്തേക്ക് മാറ്റി വയ്ക്കാതിരിക്കുക. കാരണം ആ ഹെൽപ്പ് ഒരാളിൻ്റെ ജീവൻ തന്നെ വില നൽകേണ്ടി വരും നമ്മൾ ആ ഹെൽപ്പ് സീക്ക് ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സെൽഫ് കെയർ ഉൾപ്പെടെ നമ്മളെ കെയർ ചെയ്യേണ്ട ഒരു മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും എടുക്കണം കേട്ടോ. കാര്യം കേരളത്തിലെ വുമൻസ് എല്ലാം തന്നെയും ഒന്ന് ബാക്ക്വേഡാണ്. എല്ലാവരും എസ്പെഷ്യലി ലാസ്റ്റ് ജനറേഷനിലുള്ള വുമൻ, അവരെല്ലാവരും എന്താ ചെയ്യുക, സ്വന്തം കാര്യത്തിന് വലിയ താല്പര്യം കാണിക്കില്ല. ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെയും ഹെൽത്ത് നോക്കും, അവരുടെ ഇഷ്ടങ്ങൾ നോക്കും, അനിഷ്ടങ്ങൾ നോക്കും. ഇതെല്ലാം നോക്കി ചെയ്യുന്നത് കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഫാമിലിയെ നോക്കണം, ഫാമിലിയെ സംരക്ഷിക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി ചെയ്യുന്നു. പക്ഷേ നമ്മളെ ആര് നോക്കും? നമ്മളെ നോക്കാൻ ആരും തന്നെ ഇല്ലല്ലേ. നമ്മളെ നോക്കാൻ നമ്മൾ തന്നെ ശ്രമിച്ചാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം, അല്ലെങ്കിൽ പല വിഷമങ്ങൾക്കും കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു വിഷമം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും മെഡിക്കൽ ഹെൽപ്പ് സീക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോടൊപ്പം സമയം ചെലവഴിക്കുക, ഫ്രണ്ടിനോടൊപ്പം ടോക്ക് ചെയ്യുക. നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മളെ ഹരാസ് ചെയ്യാത്ത, നമ്മളെ അപ്പാടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പമായിരിക്കണം നമ്മളെ വിഷമങ്ങൾ തുറന്നു പറയാൻ. അല്ലെങ്കിൽ അതും നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മൾ സെൽഫായിട്ട് നമ്മൾ കെയർ ചെയ്യുന്നതോടൊപ്പം തന്നെ സെൽഫ് നോളജ് നമുക്ക് വേണം. നമ്മുടെ ബെറ്റർ ലൈഫ് നാളത്തേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുകയും വേണം. കാര്യം മോസ്റ്റ്ലി വീട്ടമ്മമാർക്കാണ് ദുഃഖങ്ങൾ കൂടുതലുള്ളത്. പുറത്ത് ജോലിക്ക് പോണ വ്യക്തികൾക്ക് കുറവാണ്. കാര്യം എന്തെന്നാൽ അവർക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഓപ്പണായിട്ട് അവർക്ക് ടോക്ക് ചെയ്യാം, അതുപോലെ തന്നെ പല കാര്യങ്ങളും അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാം. വീട്ടമ്മമാരാവട്ടെ വീട്ടിൽ തളയ്ക്കപ്പെടുന്നു. അവർക്കൊരു 50 വയസ്സിനോടടുത്ത സമയത്തായിരിക്കും അവർക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുക. അപ്പോഴേക്കും അത് ടു ലേറ്റായി പോകുന്നു. അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളായാലും അവർക്ക് സന്തോഷമായിട്ടിരിക്കാനായാലും അവർക്കൊരു ജോയ്ഫുൾ ലൈഫ് ലിവ് ചെയ്യാനും എല്ലാം ടു ലേറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. കാര്യം നമ്മളും ഒരു ജീവനുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ഭൂമിയോളം ക്ഷമിക്കുന്നു, ഭൂമിയോളം താഴുന്നു. പക്ഷേ ഭൂമിയുടെ വില നമ്മൾ അറിയാറുണ്ടോ? ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഭൂമിയുടെ വില അറിയുക. നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നമ്മൾ സ്വയം ശ്രമിച്ചാലേ പറ്റുള്ളൂ. അത് നമ്മൾ എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരിക്കണം. ഇത് വേറെ ആരെയും ഹേർട്ട് ചെയ്യാനല്ല, നമ്മൾ സ്വയം സ്ട്രോങ്ങർ ആവാനാണ്, നമ്മൾ സ്വയം ബോൾഡാകാനാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ കൂടി ഓർത്ത് നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ട ചുമതല നമ്മൾക്ക് തന്നെയാണ്. അത് മറ്റുള്ളവർക്കൊന്നുമല്ല. നമ്മുടെ ആരോഗ്യം പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ ഹെൽത്ത് നോക്കണം, നമ്മളെ ഫുഡ് നോക്കണം. നമുക്ക് അത്യാവശ്യത്തിന് ഓരോ പ്രായത്തിലും വേണ്ടുന്ന ന്യൂട്രീഷനായിട്ടുള്ള ഫുഡുകൾ കഴിക്കുക, ഹെൽത്തി ആയിട്ട് കഴിക്കുക, ഹെൽത്തി ആയിട്ട് ചൂസ് ചെയ്യുക. അതുപോലെ എക്സസൈസ്, ഡയറ്റ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക. ജിമ്മിൽ പോവുക, ഹാഫ് ആൻ അവറെങ്കിലും നടക്കാൻ പോവുക, സ്വിമ്മിങ്ങിന് പോവുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അല്ലേ നമ്മുടെ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ. നമ്മൾ പ്രായമായെന്ന് ചിന്തിക്കരുത്. നമ്മളധികം പ്രായമൊന്നും ആയിട്ടില്ല.
നമ്മൾക്ക് ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുണ്ട്. അത് ജോയ്ഫുള്ളായിട്ട് ജീവിക്കുകയും വേണം, ആസ്വദിച്ച് ജീവിക്കുകയും വേണം. ഇത് എൻഡ് ഓഫ് ദ ലൈഫൊന്നുമല്ല. നമ്മൾ തീർച്ചയായിട്ടും ഇത് മനസ്സിൽ കരുതി തന്നെ മുന്നോട്ട് പോവുക. ഇതോടൊപ്പം തന്നെ നമ്മളെ ഫാമിലിയെ സംരക്ഷിക്കുക. അതാണ് അത്യാവശ്യം വേണ്ടത്. എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ എനർജി എല്ലാം ലൂസ് ചെയ്ത് നമ്മൾ ടയർഡായിപ്പോയി ഒരു മൂലയ്ക്ക് ഇരിക്കുകയല്ല വേണ്ടത്. നമ്മൾ വൈകുന്നേരം ആകുമ്പോഴും എക്സസൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ നല്ല സ്ട്രെങ്ത്തോടു കൂടിയിരിക്കണം. എല്ലാ അമ്മമാരും, എല്ലാ ചേച്ചിമാരും, എല്ലാ പെൺകുട്ടികളെയും, എല്ലാ സ്ത്രീകളെയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു സൂൺ വിത്ത് അനദർ വ്ലോഗ്. ടിൽ ദെൻ, ബൈ ഫോർ നൗ ആൻഡ് ടേക്ക് കെയർ. ബൈ.